പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖം കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യ അധ്യായങ്ങളിലേക്ക് നമുക്ക് കടക്കുകയാണ്. അതിൽ 1 തൊട്ട് 11 വരെ അധ്യായങ്ങൾ സോളമൻ രാജാവിൻ്റെ സ്ഥാനാരോഹണം മുതൽ മരണം വരെയുള്ള 40 വർഷത്തെ പരാമർശിക്കുന്നതാണ്. അതാണ്ട് BC 970 തൊട്ട് BC 931 വരെയായിരുന്നു ആ കാലഘട്ടം. അതിൽ നിന്ന് ഇന്ന് ആ രാജാക്ക പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 തൊട്ട് 2-ാം അധ്യായം 46 വരെയുള്ള 2 അധ്യായങ്ങളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ദാവീദിൻ്റെ പിൻഗാമിയായി സോളമൻ വരുന്നതും അതിനോട് ചേർന്നുള്ള സംഭവങ്ങളുമാണ് നമ്മുടെ പരിചിന്തന വിഷയം. ഒരു രാജ കുടുംബത്തിന് അടിത്തറ ഇടുന്ന സംഭവമാണ് ദാവീദിനെ തുടർന്ന് സോളമൻ രാജാവാകുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ദാവീദ് തൻ്റെ പിൻഗാമിയെ നിർദ്ദേശിച്ചിരുന്നില്ല പബ്ലിക്കായി. എന്നാൽ ബത്ശേബയോട് പറഞ്ഞിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു, നിൻ്റെ പുത്രനെ ഞാൻ രാജാവാക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി. അമ്നോന്, അബ്സലോം എന്നീ മൂത്ത പുത്രന്മാർ വധിക്കപ്പെടുകയുണ്ടായി. അബ്സലോം വധിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പോയ അബ്സലോം ആ യുദ്ധത്തിൽ തൻ്റെ മുടി മരത്തുകൊമ്പിൽ താന്ന് വീണ് തൻ്റെ കോവർ കഴുത ഓടിപ്പോവുകയും തൂങ്ങിക്കിടക്കുകയും ചെയ്ത അവസരത്തിലാണ് നേരെ ശത്രുക്കൾ വന്ന് കുന്നം കൊണ്ട് കുത്തി യോവാബ് സൈന്യാധിപൻ അവനെ മരണത്തിന് വിധേയനാക്കിയത്. അതേസമയത്ത് അബ്നോൻ എന്ന് പറയുന്ന പുത്രനെ തൻ്റെ സഹോദരിയെ അപമാനിച്ചതിൻ്റെ പ്രതികാരം എന്നോണം അബ്സലോമിനെ വിരുന്നിന് ക്ഷണിച്ച് ചതിയിൽ കൊല്ലുകയായിരുന്നു. ഇപ്പോൾ സംഭവങ്ങൾ 2 പേരും കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇളയ ആളാണ് അദോണിയ എന്ന് പറയുന്നയാൾ. അദ്ദേഹം വളരെ കോമളനും സുന്ദരനും അബ്സലോമിനെ പോലെ ഉപജാപങ്ങൾക്കൊക്കെ മിടുക്കനും അതേസമയത്ത് ബുദ്ധിശൂന്യനുമായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹം രാജാവാകാൻ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് അങ്ങ് തിരിഞ്ഞപ്പോഴാണ് ബത്ശേബയോട് നാഥാൻ പ്രവാചകൻ ചെന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, അപകട നിലയാണ് വരുന്നത്. അന്നത്തെ കാലത്തൊക്കെ രാജഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇവിടെ അമ്നോൻ രാജാവായി കഴിഞ്ഞാൽ തനിക്ക് എതിരാളിയായി നിൽക്കുന്നു എന്ന് കരുതുന്ന സോളമനെയും സോളമൻ്റെ അമ്മയൊക്കെ വധിക്കാനിടയുണ്ട്. ഇക്കാര്യം ചെന്ന് രാജാവിനോട് പറയണം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പം സോളമൻ്റെ സ്ഥാനാരോഹണവും പിന്നീട് അതിന് ദാവീദ് നൽകുന്ന അന്ത്യോപദേശവും പിന്നെ അത് കഴിഞ്ഞ് ശത്രു സംഹാരവുമൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇവിടെ നാം നോക്കുമ്പോൾ വാസ്തവത്തിൽ രാജകൊട്ടാരത്തിൽ നടക്കുന്ന ഉപചാരങ്ങൾ അവർ ചേർന്നുപോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ദാവീദിൻ്റെ ഉപദേശപ്രകാരം കർത്താവിനുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താൻ പാടില്ല എന്ന അന്തിമ ഉപദേശം അത് നീ നിർവഹിച്ചിരിക്കണം എന്നുള്ള താക്കീത് നൽകിയാണ് ഇദ്ദേഹത്തെ രാജസിംഹാസനത്തിലേക്ക് ദാവീദ് ആനയിക്കുന്നത്. അപ്പോൾ സ്വയം രാജാവാകാൻ ശ്രമിച്ച അദോണിയ അപ്പോൾ അതിന് കരുക്കളൊക്കെ അദ്ദേഹം നീക്കി. യോവാബിനെ അദ്ദേഹം കൂട്ടുപിടിച്ചു. അദ്ദേഹം മുഖ്യ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്. 2 തരം സൈന്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈ പ്രധാനപ്പെട്ട സൈന്യം, രണ്ടാമത്തേത് ഒരു കൂലിപ്പടയെ സംഘടിപ്പിച്ചുകൊണ്ട് വിദേശിലേക്ക് ഉൾക്കൊള്ളുന്നൊരു സൈന്യം. ആ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ ബെന്നായ എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ 2 സർവ്വസൈന്യാധിപന്മാരെയാണ് കാണുന്നത്. ഒന്ന് മുഖ്യ സൈന്യത്തിൻ്റെ സൈന്യാധിപനായ യോവാബും മറ്റേത് കൂലിപ്പട എന്ന നിലയിൽ കാണാവുന്ന ഒരു സൈന്യത്തിൻ്റെ നേതാവായ ബെന്നായി. അപ്പോൾ ബെന്നായി വളരെ വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദാവീദ് ഒളിവിലായിരുന്നപ്പോഴൊക്കെ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ദാവീദ് വാസമുറപ്പിച്ചതിന് ശേഷമാണ് സാദോക്ക് എന്ന് പറയുന്ന പുരോഹിതനാകുന്നത്. അതിനുമുമ്പ് അബിയാത്ര ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളുടെ നടുവിലാണ്
ഇവർ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പോവുകയാണ്. കുറേ പേര് അദോണിയായുടെ പക്ഷം ചേർന്ന് നിൽക്കുകയും യോവാബൊക്കെ അതിൽപ്പെടും. അങ്ങനെ പക്ഷെ അബിയാത്തർ അതിൽപ്പെടും. അങ്ങനെ പോയതുകൊണ്ട് പിന്നീട് അവർക്ക് ഒരു ദുരന്തങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഈ പറയുന്ന അദോണിയ അദ്ദേഹം സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു വിരുന്നൊരുക്കി. പക്ഷെ ആ വിരുന്നിലേക്ക് സോളമനെയും പ്രത്യേകിച്ച് ദാവീദിനോട് അടുത്ത കൂറുള്ളവരെയും ഒന്നും ക്ഷണിച്ചില്ല. അതായത് വിരുന്നൊരുക്കിയിട്ട് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ സോളമനെ ഒഴിവാക്കിയ വിവരം കൃത്യമായിട്ട് നാഥാൻ പ്രവാചകൻ തിരിച്ചറിയുകയും 2 പ്രാവശ്യം ബത്ശേബയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നീ കൃത്യമായിട്ട് സമയത്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ അപകടമുണ്ടാകും. നീ രാജസന്നിധിയിൽ ചെന്ന് പണ്ട് നിന്നോട് വാഗ്ദാനം ചെയ്തിരുന്ന കാര്യം അനുവർത്തിക്കണമെന്ന് പറയും. തന്നെയില്ല ബാക്കി കാര്യം ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്തെന്ന് ബത്ശേബയ്ക്ക് ഈ നാഥാൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. 1 നൽകിയ വാഗ്ദാനം, 2 അറിവ് കൂടാതെ രാജാവിൻ്റെ അറിവ് കൂടാതെ അദോണിയ രാജാവായിട്ട് പ്രഖ്യാപിച്ചു. 3-ാമത്തെ കാര്യം ജനം കാത്തിരിക്കുക, ആരാണ് രാജാവെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. ജനം ഒന്നും അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ സംഗതി, ഇത് അദോണിയ രാജാവായി കഴിഞ്ഞാൽ നിൻ്റെയും സോളമൻ്റെയും ജീവൻ അപകടത്തിലാകും. ഈ 3-4 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ബത്ശേബ രാജാവിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അദോനിയ എന്ന് പറയുന്ന ആൾ ഇപ്രകാരം ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി അവന് യെദീദിയ എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ യെദീദിയ എന്ന പേര് സരീദിയ എന്ന പേര് സോളമൻ എന്ന് നൽകിയതാണ്. പ്രത്യേക വാത്സല്യം കൊണ്ട് യെദീദിയ എന്ന പേര് നൽകി. അപ്പോൾ ഉടനെ തന്നെ വിശ്വസ്തനായ നാഥാന, സാദോക്ക്, ബെനായ എന്നിവരെ വിളിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് രാജാവ് തന്നെ ഇവരുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം ഉണർവോടെ എണീറ്റ് നിന്ന് കൃത്യമായിട്ട് ഈ 3 പേരെ ചുമതലപ്പെടുത്തി സോളമനെ രാജാവായിട്ട് വാഴിക്കുവാൻ. ഇപ്പോൾ കുറേത്തേരും പലേസ്തീനും അംഗരക്ഷാ സൈനികരുണ്ട്. അപ്പോൾ കോവർ കഴുത എന്ന് പറയുന്നത് രാജാവ് യാത്ര ചെയ്യുന്ന മൃഗമാണ്. അവിടെ ഗിഹോൻ എന്ന സ്ഥലത്ത് വെച്ച് ഈ പറയുന്ന വെള്ളം പുറപ്പെടുന്ന ഒരു അരുവിയാണ്, നിർഗളിക്കുന്ന ഒരു അരുവിയുടെ ഉറവയുള്ള സ്ഥലമാണ് ഈ കെദ്രോൻ തോടിന് താഴ്വരയിലുള്ള ഒരു സ്ഥലം. അതായത് 50-500 മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ ജെറുസലേമിൽ നിന്ന്. അവിടെ വെച്ച് ഗിഹോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ രാജാഭിഷേകം നടക്കാൻ പോകുന്നത്. അപ്പോൾ ദാവീദിൻ്റെ നിർദ്ദേശത്തെ സൈന്യാധിപൻ പിന്താങ്ങി. അപ്പോൾ അന്ന് തന്നെ രാജകൽപ്പന നിവർത്തിക്കപ്പെട്ടു. പുരോഹിതനും പ്രവാചകന്മാരും ചേർന്ന് സോളമനെ രാജാവായിട്ട് വാഴിക്കുക. അതേ സമയത്ത് അദോണിയ അവിടെ വലിയ വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാജാവായിട്ട് വാഴിച്ചപ്പോൾ ബന്ധപ്പെട്ട് നിന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് ഈ സിംഹാസന ആരോപണത്തിൻ്റെ ആരവം മുഴക്കി, കാഹളം മുഴക്കി, വലിയ ഉയർന്ന സ്വരത്തിൽ സോളമനെ വാഴ്ത്തിപ്പാടിയത് ലോകം മുഴുവൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് അദോണിയയുടെ പ്രതികരണമാണ്. അപ്പോൾ അദോണിയയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവർ പ്രാണരക്ഷാത്ത ഓടി. കാരണം അപകടമാണ്. കാരണം സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ച ആളുടെ കൂടെ കൂടുന്നയാളെ സ്വാഭാവികമായിട്ട് യഥാർത്ഥ രാജാവ് വരുമ്പോൾ അവർ വധിക്കുമെന്നൊരു സംശയമില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാരെല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടി. അപ്പോൾ എന്നാ ചെയ്യുന്നത്? ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ച അവിടെ വധിക്കാൻ പാടില്ല എന്ന് അന്ന് നിയമമുണ്ടായിരുന്നു. അതായത് ഓടി ജെറുസലേമിൽ ചെന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് നിൽക്കുന്ന ആളിനെ വധിക്കാൻ പാടില്ല. പക്ഷേ അവിടെ അദോണിയ പോയി കൊമ്പിൽ പിടിച്ച് നിന്നെങ്കിലും ഇത് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി വധിക്കുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം അത് നിരപരാധികൾക്കുള്ള നിയമമായിരുന്നു. തെറ്റ് ചെയ്യാത്തവർക്ക് വേണ്ട നിയമമാണ്. നിരപരാധിയായവൻ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാൽ അവന് ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പോയി പിടിച്ചാൽ അവൻ രക്ഷ പ്രാപിക്കുമെന്നുകൊണ്ട് അവനെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സോളമനെ രാജാവായി തിരഞ്ഞെടുക്കാൻ കാണുന്ന പ്രത്യേകത അവിടെ ഒരു കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സൂചന കാണുന്നില്ല. അതുപോലെ തന്നെ പുരോഹിതൻ്റെ അഭിഷേകം ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രത്യേകമായി ജനത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. നേരിട്ടങ്ങ് ആക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു രാജവംശത്തിൻ്റെ തുടക്കമാണ് സംഭവിക്കുന്നത്. ആ ജനത്തിൻ്റെ അംഗീകാരമൊന്നും ആവശ്യമില്ല. അതായത് അതിന് മുമ്പുള്ള രാജാവ് പറഞ്ഞാൽ മാത്രം മതി.
അപ്പോൾ അങ്ങനെ സോളമൻ രാജാവായിട്ട് തീരുന്ന കാണുന്നത്. അപ്പോൾ ജനത്തിന് പങ്കില്ലാത്ത ഒരു രാജവംശത്തിന് ആരംഭമിടുകയാണ് അവിടെ. പലപ്പോഴും ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നത് അങ്ങനെയാണ്. ജനത്തോട് പറയുകയോ ജനത്തോട് ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് രാജാവിനെ വാഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവൻ രാജാവായിട്ട് വാഴിക്കപ്പെട്ട് ദാവീദ് നൽകുന്ന അന്തിമ ഉപദേശമാണ് അത് വളരെ കൃത്യമായി വിശ്വസ്തത പാലിക്കണം എന്നുള്ളതാണ്. കർത്താവിനോടും അവിടുത്തെ നിയമങ്ങളോടും പരിപൂർണ വിശ്വസ്തത പാലിക്കണം. ഇത് ദാവീദിൻ്റെ ആത്മീയ ഓസ്യത്തായിട്ട് കണക്കാക്കാറുണ്ട്. അതാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിനോടും കർത്താവിൻ്റെ നിയമങ്ങളോടും വിശ്വസ്തത പാലിക്കണം. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു പിഴ അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ദാവീദ് കർത്താവിൻ്റെ ഹിതം എന്തെന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് അത് ഇവിടെ കൃത്യമായിട്ട് തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ കർത്താവിനെ അനുസരിച്ച വിജയം, കർത്താവിനെ അനുസരണക്കേട് കാണിച്ചാൽ നാശമുണ്ടാകും എന്ന കാര്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇവരുടെ ഒരു പാരമ്പര്യം നാം നോക്കിയെങ്കിൽ ഇന്നത്തെ ഒരു പക്ഷം ചേരാതെ തന്നെയും ചില കാര്യങ്ങൾ നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കിയാൽ കാണും. നെതന്യാഹു എപ്പോൾ പട്ടാളത്തിന് ഉപദേശം കൊടുത്താലും ശരി, തൻ്റെ ഇടത്ത് കൈ തോറ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഞ്ചഗ്രന്ഥി കയ്യിലുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അവർ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് പോരുന്നു. അതുകൊണ്ട് ഇവർ വിജയിക്കുന്നതിന് പിന്നിൽ ആയുധത്തിൻ്റെ ശക്തി മാത്രമൊന്നുമില്ല, ആയുധശക്തിയുണ്ട്. രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാലക്കാട് ജില്ലയോടും വലിപ്പമേ ഉള്ളൂ. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മുമ്പിലാണ് ഇത്രയും വലിയ സാമ്രാജ്യങ്ങൾ മുട്ടുമടക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം? അത്രയധികമായിട്ടുള്ള ആണവശക്തിയാണ്. പക്ഷേ അതിനേക്കാൾ മറ്റ് ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ ജനമാണ് തങ്ങൾ, യഹോവ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരു ആത്മധൈര്യം അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ തോറ കൈപ്പിടിച്ചുകൊണ്ട് നെതന്യാഹു നിർദ്ദേശങ്ങൾ നൽകിയത്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ആദ്യഭാഗങ്ങൾ എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ച് ധീരരായിരിക്കുക, ഭയപ്പെടരുത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ജോഷുവയുടെ കർത്താവ് പറയുന്ന ഭാഗങ്ങൾ എടുത്ത് പറയുന്ന കാര്യം നാം ഒരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. അപ്പം തന്നെ എന്തെങ്കിലും പരാജയങ്ങൾ വരുന്നത് തോന്നിയ ഉടൻ തന്നെ അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് 121 സങ്കീർത്തനം ഉറക്കെ ചൊല്ലിപ്പിക്കുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. രോമം, അതായത് കുളിര് കോരിയിരുന്ന രീതിയിലാണ് അവർ തട്ടകസിച്ച് അവരുടെ ശബ്ദം ഉയർന്ന സങ്കീർത്തനം ചൊല്ലുന്നത്. സഹായത്തിനാണ് ഞങ്ങൾ എങ്ങോട്ട് തിരിയും. ചില സാഹചര്യത്തിൽ അമേരിക്കൻ ബന്ധത്തിൽ ചില ഇടിവ് തെറ്റിയപ്പോൾ ബൈഡൻ അന്ന് ഈ ആയുധങ്ങൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവരാശ്രയിച്ചത് യഹോവയിലാണ്. അപ്പം എന്താ ചെയ്തത്? സഹായത്തിന് ഞങ്ങൾ എങ്ങോട്ട് തിരിയും? പർവ്വതങ്ങളിലേക്ക് ഞങ്ങൾ നോക്കി ഞങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് പറയാ, യഹോവയെ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല, യഹോവയാണ് ഞങ്ങളുടെ കാവൽക്കാരൻ. ചെറിയ സങ്കീർത്തനമല്ലേ, 121 സങ്കീർത്തനം വളരെ ചെറുതാണ്. അതിൻ്റെ കണ്ടന്റ് ഇതാണ്. അതുകൊണ്ട് അവിടെ ഒരു ആത്മവീര്യത്തിൻ്റെ, ആത്മശക്തിയുടെ, അതായത് മനുഷ്യാതീതമായ ശക്തിയുടെ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റുകയില്ലേ? വിശ്വാസമുള്ളവർക്കേ തിരിച്ചറിയുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതേ സമയത്ത് തോക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ് പട്ടാളത്തിന് നമ്മുടെ ഖമേനി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടത്ത് വശത്തെ കയ്യിൽ തോക്ക്, ആ സംഭാഷണം ചെയ്യണം, തോക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തോക്കിൻ്റെ പുരോഗതി പേരിടാൻ കാരണം അതാണ്. തോക്ക് കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കൈകൾ വലത്തു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഒരു ജനവലിക്ക് നിർദ്ദേശം നൽകുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പം അത് ആശ്രയിച്ചത് ഇവർ ഈ പറയുന്ന അള്ളാഹുലൊന്നുമല്ല, അവരാശ്രയിച്ചത് തോക്കിൻ്റെ ശക്തിയിലാണ്, ആയിരങ്ങളിലാണ് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം തന്നെയാണ്. നിലവിൽ തോൽപ്പിക്കാൻ പറ്റാത്തത്. എവിടെയായാലും ശരി, ഒറ്റ യഹൂദനെ പോലും അവിടെ നിലനിർത്തുകയില്ല. അവസാന യഹൂദന്മാരെ തീരുന്നവരെ ഞാൻ യുദ്ധം ചെയ്യും, അതുകൊണ്ട് യഹൂദനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭൂമുഖത്ത് ഉന്മൂലനം ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ പ്രഖ്യാപനം വാസ്തവത്തിൽ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ ഇവിടെ മറ്റൊരു വിഭാഗം, യഹൂദൻ എന്ന് പറയുന്ന വിഭാഗം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട വിഭാഗം, എണ്ണത്തിൽ വളരെ കുറവ്, 1 കോടി പോലും ഇല്ല, 90 ലക്ഷം പേരേ ഉള്ളൂ. അതൊരു ജനാധിപത്യ രാജ്യം, അത് കൃത്യമായിട്ട് മറ്റുള്ളവരൊക്കെ സംരക്ഷിക്കുന്ന രീതി, അങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിന്, വളരെ ജനാധിപത്യപരമായ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ ഇത്രയും വലിയ അറബ് രാഷ്ട്രങ്ങളൊക്കെ നടുവിൽ കിടക്കുന്ന ഒരു ചെറിയ രാജ്യം
ഇത്ര ഭയങ്കരമായ രീതിയിൽ ഇവിടെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് മനുഷ്യൻ പഠിക്കേണ്ട ഒരു രഹസ്യമാണ്. അതിൻ്റെ പിമ്പിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ. സമ്പത്തിൻ്റെ കാര്യത്തിലായിട്ട്, ആയുധത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ബുദ്ധിയുടെ കാര്യത്തിലാകട്ടെ, ഒന്നിനും കുറവുള്ള ഒരു സമൂഹമല്ലത്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള ഒരു സമൂഹമാണ് യഹൂദൻ എന്ന് പറയും. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള സമൂഹമാണത്. അവരെ സംബന്ധിച്ച് ബുദ്ധി സാമർഥ്യത്തിൽ താരതമ്യം ചെയ്യാൻ ആരുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ അതുപോലെ തന്നെ ഈ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് വിജയം, അതായത് യഹോവയെ അനുസരിച്ചാൽ നിനക്ക് വിജയമെന്ന് അന്ന് ദാവീദ് രാജാവ് കൊടുത്ത ഉപദേശം ഇന്നും അവർ അനുവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായി. ആത്യന്തികമായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം ഇരിക്കുന്ന യഹോവയിലാണ് എന്ന കാര്യം വളരെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ചില ഉപദേശം നൽകിയാൽ ചില കടമകൾ ഞാൻ നിർവഹിക്കേണ്ടിയിരുന്നത് എനിക്ക് പറ്റിയിട്ടില്ല. അതായത് തൻ്റെ പ്രായം ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രായപൂർത്തിയുണ്ട് 70 വയസ്സാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് അദ്ദേഹം ഈ കരിമ്പിൻ പുതപ്പിനുള്ളിൽ ചടഞ്ഞുകൂടി കിടക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. അപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ സംരക്ഷകരൊക്കെ കൂടി ഉപദേശം അന്നത്തെ പ്രത്യേകമായ രീതി അനുസരിച്ച്, അന്നത്തെ ചികിത്സാവിധി അനുസരിച്ച് ആ രാജ്യത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരുവയെ കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്തുകൊണ്ടുവന്ന സേവകന്മാർ ഇദ്ദേഹത്തിന് ചൂട് പകരാൻ വേണ്ടി കൂട്ടത്തിൽ കിടക്കാൻ അഭിഷാഖി എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അവളുമായിട്ട് ബന്ധപ്പെട്ടില്ല. ബന്ധപ്പെടാനുള്ള എല്ലാ ശക്തിയും ക്ഷയിച്ചു പോയി. അതായത് സ്വാഭാവികമായിട്ടും അവരൊന്ന് ധരിച്ചിരുന്നത് ഇന്ന് ആ ഒരു രാജ്യത്തിൻ്റെ ശക്തി രാജാവിൻ്റെ പൗരുഷത്തിലാണ് ഇരിക്കുന്നതെന്നും സമ്പൽ സമൃദ്ധി കടന്നു വരുന്നത് രാജാവിൻ്റെ ലൈംഗിക ശക്തിയിലാണെന്നും ഒക്കെയുള്ള ധാരണ ജനത്തിനുണ്ടായിരുന്നു. ആ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ക്ഷയിച്ചു പോയി. അതുകൊണ്ട് രാജാവ് കഴിവില്ലാത്തവനായി തീർന്ന ഒരവസ്ഥയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊരു അവസ്ഥയിലാണ് ആരും അറിയാതെ തന്നെ അദോനിയ സ്വയമായിട്ട് രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഈ സത്യമൊക്കെ അറിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചടകൂടാതെ എണീക്കാം. പെട്ടെന്ന് ചടകൂടാതെ എണീറ്റുകൊണ്ട് വളരെ തന്നോട് അടുത്ത് പ്രവർത്തിക്കുന്ന, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് നാഥാനെയും അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ കൂലിപ്പട്ടാളം എന്ന് പറയുന്ന സൈന്യവിഭാഗത്തിൻ്റെ തലവനെയും ഒക്കെ വിളിച്ചിട്ട് കൃത്യമായിട്ട് സാദോക്കിനെയും വിളിച്ചിട്ട് വളരെ കൃത്യമായി അദ്ദേഹത്തിന് രാജാവായി വാഴിക്കാനുള്ള അഭിഷേകം നടത്താൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ദൗർബല്യത്തിൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത്. എന്നാലും ശരി, അത് കഴിഞ്ഞപ്പോഴാണ് വളരെ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി പുത്രനോട് സംസാരിക്കുന്നത്. നീ അടിസ്ഥാനപരമായി യഹോവയുടെ വിശ്വസ്തതയുള്ളവനായിരിക്കണം, അത് അല്ലെങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യോവാബും ബർസില്യായുടെ മക്കൾ ഷിമേയി എന്നിവരോട് എങ്ങനെയാണ് ഈ പെരുമാറുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യോവാബ് എന്ന് പറയുന്ന ആൾ സർവ്വസന്നാധിപനായിരുന്നുവെങ്കിലും രാജാവിന് അറിവുകൂടാതെ 2 പേരെ വധിച്ചു. അപ്പോൾ ആ രക്തക്കറ പാപത്തിൻ്റെ അവൻ്റെ മേൽ ഉള്ളതുകൊണ്ട് അവനോട് നീ എന്ത് ചെയ്യണം നിശ്ചയിക്കുമോ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചോളാം എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം അവൻ വധിക്കപ്പെടണമെന്നുള്ള വാസ്തുത യോവാബ് സഹോദരി പുത്രനാണ്. അദ്ദേഹത്തിന് അതിമോഹമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ചില വധങ്ങളുടെ പിൻപിലെ ലക്ഷ്യം സ്വാർത്ഥപരമായിരുന്നു. അപ്പം അതുകൊണ്ട് രാജാവ് അറിയാതെ തന്നെ അബ്സലോമിനെ തന്നെയും വധിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അബ്സലോമിനെ വധിക്കുന്നു, അതുപോലെ വേറെ ചിലരെ ഒക്കെ വധിക്കാനിടയായത് ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പറയുന്ന വളരെ അപകടം പിടിച്ച സമയത്ത് അദ്ദേഹം കടന്നു പോവുകയാണ്. അപ്പോൾ യോവാബ് അതുപോലെ ബർസില്ല എന്ന് പറയുന്ന വ്യക്തി രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് ആരുമില്ലാതെ ആൾക്കാരുമായി ഒലഞ്ഞു നടക്കുന്ന അവസരത്തിൽ ബർസല്ല എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സഹായം ചെന്ന് കൊണ്ടു കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരോട് കരുണ കാണിക്കണമെന്ന് അദ്ദേഹം പറയുക ബർസില്ലായുടെ മക്കളോട്. ഷിമേയി എന്ന് പറയുന്ന ആളാണ്, അതായത് അദ്ദേഹം സാവൂളിൻ്റെ വംശത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പോയ വഴിക്ക് എന്നാ സംഭവിച്ച രാജാവിനെ അതിമോശമായ മ്ലേച്ഛമായ രീതിയിൽ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും രാജാവിൻ്റെ അധികാരം പോയല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ അപഹസിക്കുകയും ചെയ്തു ഷിമേയി. അപ്പോൾ അദ്ദേഹത്തോട് എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചോളാനൊക്കെ നേരിട്ടങ്ങ് പറയാം. അപ്പോൾ യോവാബിനെയും ഷിമേയിയെയും, അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വധിക്കാനുള്ള താല്പര്യമാണ് അവിടെ പ്രകടമാക്കിയത്. അപ്പോൾ യോവാബ് കൊലപാതകങ്ങൾ നടത്തി അബ്നേറിനെയും അതുപോലെ തന്നെ അബ്സലോമിനെയും ഒക്കെ തന്നെയല്ല, ഇവിടെയെല്ലാം ദാവീദിന് ഏറ്റവും അടുത്ത സഹായിയായിരുന്ന അമാസായെയും പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ ബന്ധുവിനെ പ്രതികാരം ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട്. വിധത്തിൽ പറഞ്ഞ ഇവിടെ ഏൽപ്പിക്കുന്ന ചുമതല ഇവർ നടത്തിയ കൊലപാതകങ്ങൾക്ക്
അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ ഈ പുത്രനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ചതിയിലാണ് കൊന്നത്. അമേസ എന്ന് പറയുന്ന ആളിനെയും ചതിയിൽ കൊല്ലുകയാണ്. അപ്പോൾ എൻ്റെ പാതകങ്ങളും അരപ്പട്ടെ രക്തം പൂണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. അതായത് അവൻ്റെ പ്രവൃത്തികളുടെ പരിണിത ഫലമായി രക്തക്കറ പൂണ്ടതിനെ പ്രതികാരം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തനിക്ക് കഴിയാത്ത കാര്യങ്ങൾ രാജാവ് തൻ്റെ പുത്രനെ ഏൽപ്പിക്കുന്നതാണ് അവിടെ നാം കാണുന്നത്. പിന്നീട് നാം കാണുന്നത് ഗിലയാദ് എന്ന് പറയുന്ന ബർസില്ലായി, ഗിലയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ബർസില്ലായും. അപ്പോൾ അദ്ദേഹം ദാവീദ് ചില ആ സാഹചര്യങ്ങളിൽ ആരുമില്ലാതെ നടന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹായങ്ങൾ നടത്തിയാലാണ്. അവരുടെ മക്കളോട് കാരുണ്യം കാണിക്കണം എന്ന് പറയുകയുണ്ടായി. അത് നീതിയുടെ പ്രവർത്തനമാണ്. അതായത് അദ്ദേഹം പ്രതികാരത്തിന് ചിന്തയല്ല, നീതി നിർവഹിക്കപ്പെടണം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീതിയുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് ശത്രു സംഹാരം, അദോണിയായെ വധിച്ചു. അതുകൊണ്ട് തന്നെയല്ല, അബിയാത്തർ എന്ന് പറഞ്ഞ പുരോഹിതൻ അദോണിയായ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. രാജാവിൻ്റെ അനുവാദം കൂടാതെയാണ്. അപ്പോൾ അത് സ്ഥാനഭ്രഷ്ടനാക്കി. അതുകൊണ്ട് അബിയാത്തർ, അതുപോലെ ആ സമയത്ത് മറ്റൊരു സംഭവം നടക്കുന്ന ഇതാണ്. ഈ അദോണിയ അവിടെ ചെന്ന ബത്ശേബയോട് പറഞ്ഞു, അഭിഷാഗി എന്ന് പറയുന്ന രാജാവിന് വന്ന ശേഷം അഭിഷാഗി എന്ന് പറയുന്ന ആ സുന്ദരിയെ തനിക്ക് ഭാര്യയായിട്ട് കിട്ടണം. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഉപകാരിയായിരുന്നല്ലോ. അതിൻ്റെ ഉദ്ദേശം ഇതാണ്. അതായത് ഇവന് അവളെ ഭാര്യയായിട്ട് കിട്ടിയാൽ രാജ്യത്വത്തിൽ അധികാരമുണ്ടാകും, അവകാശമുണ്ടാകുമെന്ന ചിന്ത അന്നുണ്ടായിരുന്നതുകൊണ്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്മ എന്ന മകനോട് പറയുന്നത് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടേ? അപ്പോൾ രാജാവ് അങ്ങനെയാണ്, അവന് രാജ്യം തന്നെ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ. ഒരു ഉദ്ദേശം പ്രത്യേകിച്ച് മനസ്സിലായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കാനായിട്ട് ഇടയായി. അപ്പോൾ രാജാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അദോണിയ വളഞ്ഞ വഴി സ്വീകരിച്ചു. അത് പരാജയത്തിനിടയായിട്ട് പലപ്പോഴും ഈ ഉപജാപങ്ങളൊക്കെ രാഷ്ട്രീയ തലത്തിൽ വളരെയേറെ ഭയങ്കരമായിട്ട് നടക്കുന്ന, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഉപജാപങ്ങൾ, തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി ആരെയെങ്കിലും കൂട്ടുപിടിച്ചൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിനും അദ്ദേഹത്തെ അധികാരത്തിന് താഴെ ഇറക്കാനും നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയറായിട്ട് തെളിഞ്ഞിരിക്കുന്ന സംഭവം ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളാണ്. ഉപജാപ പ്രക്രിയയായിരുന്നു അത്. അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം വരുത്തിക്കൊണ്ട് 8-9 മണിക്കൂറുകളൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് 10-18 മണിക്കൂർ ജനത്തിന് വേണ്ടി നിന്ന് ജോലി ചെയ്യുന്ന ആളിനെ ആ വിധത്തിലൊക്കെ അപഹസിക്കുന്നതിനിടയായ രാഷ്ട്രീയ ഉപജാപ പ്രവർത്തനങ്ങളാണ്. ഇതിനൊക്കെ ദൈവത്തിൻ്റെ തന്നെ ശിക്ഷയുണ്ടാകുന്ന സംശയമൊന്നുമില്ല. ഈ ഉപജാപ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അനുഭവിച്ച് മാനസാന്തരപ്പെട്ട് തെറ്റിത്തിരുത്തുന്നില്ലെങ്കിൽ. അപ്പോൾ അദോണിയ പക്ഷത്തേക്ക് അഭിയാത്ര പോയതുകൊണ്ട് അദ്ദേഹത്തെ പ്രധാന പുരോഹിതൻ്റെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് സാദോക്കിനെ ആക്കി. സാദോക്ക് എന്ന് പറഞ്ഞ ഞങ്ങൾ ആരാണ്? നമുക്കറിയാം തന്നെ, പുതിയ നിയമകാലത്ത് കർത്താവിൻ്റെ കാലഘട്ടം സദുച്ചിയർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ സാദോക്കിൽ നിന്ന് പുറപ്പെട്ട ഒരു വിഭാഗമാണ് സദൂച്ചിയർ. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് കേട്ടു. അവരുടെയൊക്കെ പിതാമഹൻ, അവൻ്റെ ഉത്ഭവസ്ഥാനമാണ് സാദോക്ക് എന്ന് പറയുന്നയാൾ. അപ്പോൾ അവിടെ കൊമ്പിൽ പോയി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് യോവാബും ഇതുപോലെ തന്നെ ദേവാലയത്തിൽ പിന്നെ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പോയി കെട്ടിപ്പിടിച്ച് നിന്ന് രക്ഷപ്പെടുന്ന കാര്യം. പക്ഷേ രക്ഷപ്പെട്ടില്ല. അതായത് അങ്ങനെ ഇവിടെയും ഇങ്ങനെയുള്ള കൊമ്പിൽ പോയി നിൽക്കുന്നയാൾ നിരപരാധികളായിരിക്കണം. അതുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് അയൽക്കാരനെ ചതിയിൽ കൊന്നതിന് ശേഷമാകുമെന്ന് കൊമ്പിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെങ്കിൽ അവൻ വധിക്കപ്പെടേണ്ടവനാണെന്ന് പുറപ്പാടിൻ്റെ 21-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിരപരാധികൾക്കാണ് ബലിപീഠത്തിൻ്റെ കൊമ്പിൽ അഭയം പ്രാപിക്കാൻ സാധിക്കുക. അപ്പോൾ സോളമൻ ഇങ്ങനെയുള്ള എതിരാളികളൊക്കെ ഇല്ലാണ്ടാക്കുന്ന ശ്രമം സ്വന്തം അപ്പൻ്റെ നിർദ്ദേശാനുസരണം നടപ്പാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനാ മനസ്സിലാക്കേണ്ട കാര്യം, ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണ് യോവാബ് എന്ന് പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നന്മകൾ ദാവീദിന് ചെയ്തിട്ടുള്ളതാണ്. ഊറിയയുടെ സംഭവം നടക്കുമ്പോൾ സർവ്വസേനാധിപൻ യോവാബാണ്. യോവാബിനാണ് എഴുത്ത് കൊടുത്ത് വിടുന്നത്. ഊറിയായ മുൻനിരയിൽ നിർത്തി കൊല്ലാൻ വേണ്ടിയിട്ട് എഴുത്ത് കൊടുത്തത് യോവാബിനാണ്. അതുപോലെ ഒരുപാട് തലങ്ങളിൽ ഈ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അബ്സലോമിനെ കൊല്ലാൻ ഇടയായത്. തൻ്റെ പുത്രനെ കൊല്ലരുതെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അതായത് തന്നെ വാസ്തവത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് രാജപ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് മകൻ പരിശ്രമിക്കുന്നതെങ്കിലും പുത്രവാത്സല്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിലും അവനെ കൊല്ലരുത്. മരിച്ചു എന്ന് കേട്ടപ്പോൾ അബ്സലോം ബിനി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ, ബിനി എന്ന് പറയുന്ന എൻ്റെ മകനെ
എൻ്റെ മകനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുക ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് യോവാബ് എന്ന് പറയുന്നത് ദുരന്ത കഥാപാത്രമാണ്. നന്മയുക്തി ചെയ്തയാളാണെങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ നോട്ടപ്പശു കൊണ്ടോ അല്ലെങ്കിൽ ഉപജാപ താല്പര്യങ്ങൾ കൊണ്ടോ അവസാനം ദുരന്തത്തിലേക്ക് വരുന്നയാളാണ്. അപ്പോൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശക്തിയുള്ളവരെ ഒന്ന് കരുതുന്നവരെ അവരുടെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ദുരന്തമാണിത്. ശക്തി ഉണ്ടെന്ന് കരുതുന്നവരെ ശക്തി അധികാരം നിൽക്കില്ല, എപ്പോഴാണ് താഴെ പോകുന്ന അറിയാൻ പാടില്ല. നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. ശക്തിയുള്ളവനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓർക്കണം, ആ ശക്തി നിലനിൽക്കണമെന്നില്ല. അത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് ശക്തിയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഉപജാപങ്ങൾക്ക് ഒരിക്കലും തന്നെ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ഉപജാപങ്ങൾക്ക് ഇതിനകത്ത് പോലെ തന്നെയാണ്. യോവാബ് പോലെ തന്നെ ശിമെയും ബലഹീനമായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള നിന്ദിക്കാൻ പാടില്ല. രാജ അധികാരത്തിൽ പുറത്താക്കപ്പെട്ട് ബലഹീനനും ദുർബലനുമായി ഒളിച്ചോടുന്ന സാഹചര്യത്തിലാണ് ദാവീദിനെ ശിമെയും പരിഹസിക്കുകയും അദ്ദേഹത്തെ നിന്ദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ദുർബലത ഉള്ള സാഹചര്യം, അങ്ങനെയുള്ള ആളുകളോട് സഹതാപ അനുകമ്പ കാണിക്കുക എന്നുള്ളതാണ് മാനവികത. നേരെ മറിച്ച് അവരെ ആ സമയത്ത് ശപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അപഹസിക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന കാര്യം. ഈ 2 അധ്യായങ്ങളാണ് ആദ്യമേ രാജാക്കന്മാർ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് രാജസിംഹാസനത്തിലേക്ക് സോളമൻ കടന്നു വരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഭട്ടചട്ടങ്ങൾ ഒരുക്കുന്നതും, അതായത് ബത്ശേബ വഴിയായി നാത്താൻ പ്രവാചകൻ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതും, അവസാനം ദുർബലനായ ദാവീദിൻ്റെ ശ്രദ്ധയിൽ മറ്റൊരാൾ രാജാഭിഷേകം സ്വയം പ്രഖ്യാപിച്ച് നടത്തുന്നതിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ ഉണർന്നെണീറ്റുകൊണ്ട് തനിക്ക് ശേഷമുള്ള രാജാവ് സോളമനായിരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാജാവിനെ കൊണ്ടുവരുന്നതിൻ്റെ പ്രക്രിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെ പഠനഭാഗം അടുത്ത പ്രാവശ്യം ഇതിൻ്റെ തുടർച്ച വരുന്നതാണ്. ഇതിൻ്റെ സോളമൻ്റെ 40 വർഷമാണ് സോളമൻ ഭരിക്കുന്നത്. ആ 40 വർഷക്കാലത്ത് 1 തൊട്ട് 11 അധ്യായങ്ങൾ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് വിജ്ഞാനിയായി അടുത്ത വാർത്ത നമ്മൾ കാണുന്നത് സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. കർത്താവ് ഈശോം കൃപയും പിതാവാലയത്തിൻ്റെ സ്നേഹവും സഹവാസം ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.